സെയിൽസിൽ കടത്തിന് വിറ്റാലും സെയിൽ കൂടും, പ്രോഫിറ്റും കൂടും, പക്ഷെ പൈസ വരില്ല. റിയൽ പൈസ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സെയിൽസിലും പ്രോഫിറ്റിലെല്ലാം എളുപ്പം കൃത്രിമത്വം കാണിക്കാം, പക്ഷെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസിലും കൂടി വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കമ്പാരിസൺ നടത്തുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അങ്ങനെ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഐഡിയൽ എന്ന് പറഞ്ഞിട്ട് ഇതായില്ല. സാധാരണഗതിയിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സുകളെല്ലാം തന്നെ ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്, ഹൈ ഡിവിഡൻഡ് കൊടുക്കും. പിന്നെ ഫ്യൂച്ചർ ഗ്രോത്തിലേക്ക് ഫണ്ട് ആവശ്യമില്ല എന്ന് തോന്നുമ്പോഴും ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. ഓക്കെ, അതൊരു കാര്യമാണ്. നമസ്കാരം, AT ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണയായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഒരു കമ്പനിയെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് പലതരം സംശയങ്ങൾ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല കമ്പനിയെ തിരഞ്ഞെടുക്കുക, ഫണ്ടമെന്റൽ അനാലിസിസോ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ഇന്ന് വളരെ ബേസിക്സ് ടു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് ഒരു വ്യക്തി മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്റ്റോക്ക് എങ്ങനെ നല്ല രീതിയിൽ സെലക്ട് ചെയ്യാം എന്നതിൻ്റെ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള സനൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വെൽക്കം സർ. നമസ്കാരം. യെസ്. അപ്പോൾ മാർക്കറ്റിൽ 5000-ലധികം കമ്പനികളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നല്ലൊരു സ്റ്റോക്ക് തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പല കാറ്റഗറിയിലുള്ള കമ്പനീസാണ്. ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, ലാർജ് ക്യാപ്പ് ഉണ്ട്, അതിൻ്റെ പുറമെ മൈക്രോ ക്യാപ്പുകളുണ്ട്, SME ഉണ്ട്, അത് വേറൊരു സെഗ്മെൻറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ പലരും റിട്ടേൺ നോക്കിയിട്ടാണ് മാർക്കറ്റിൽ ഈ കമ്പനിയിൽ ഇത്രയും റിട്ടേൺ കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ. പക്ഷെ എങ്കിലും നമുക്ക് നല്ലൊരു കമ്പനീനെ ഫിൽട്ടർ ചെയ്ത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതിനങ്ങനെ മാജിക് ഫോർമുല അല്ല, അങ്ങനെ ഇതൊന്നുമില്ല. ആദ്യത്തെ കാര്യം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈല് എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം ഒരു ധാരണ വേണം. ഇപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കമ്പനി തിരഞ്ഞെടുക്കുന്നു, സ്വിംഗ് ട്രേഡിങ്ങിന് ഒരു പരിധി വരെ അത് ഉപയോഗിക്കാം നമുക്ക്. ഓക്കെ, കാരണം ആദ്യം നല്ല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ആദ്യത്തെ ഒരു ചുമതല. പിന്നെ മോശം കമ്പനികളെ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ അതിൽ പകുതി കാര്യങ്ങൾ വിജയിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല കമ്പനീനെ തിരഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ഫിൽറ്ററുകൾ എങ്ങനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു കമ്പനി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ പറയാം. ആദ്യം ഞാൻ നോക്കുന്നത് ഈ കമ്പനിയുടെ ബിസിനസ്സാണ്. ആദ്യം അതായത് ഈ കമ്പനിയുടെ ബിസിനസ് ഒരു 5 വർഷം 10 വർഷം നിലനിൽക്കുന്ന ബിസിനസ്സാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആദ്യമായിട്ട് നോക്കുന്നൊരു കാര്യം. അതിൽ നിന്ന് അപ്പോൾ നല്ല ഒരു 2-3 സെഗ്മെൻറ്റ് അങ്ങനെ നമ്മൾ കണ്ടെത്തുന്നു. അതിനുശേഷം ഈ കമ്പനിയുടെ ഇതിൽ ഈ സെയിൽസ് മെയിൻ സാധനം കച്ചവടമാണ്. ഓക്കെ, സെയിൽസ് ഗ്രോ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ആവറേജ് ഒരു 10% അല്ലെങ്കിൽ 12% എബോ എല്ലാ വർഷവും സെയിൽസ് ഗ്രോ ചെയ്യുന്ന കമ്പനിയാണ്. അത് നമുക്ക് ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഇപ്പോൾ ഗ്രാജുവൽ ഗ്രോത്ത് ആണോ ഈ കമ്പനിക്ക് ഉള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഗ്രാജുവൽ ഗ്രോത്ത് 12% എബോ ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നല്ലൊരു കമ്പനിയാണ്. പക്ഷേ വലിയ കമ്പനികൾക്കൊന്നും അത്ര 12% കിട്ടണമെന്നില്ല, കാരണം ഓൾറെഡി അതിൻ്റെ സൈസേ വലുതാണ്. ഓക്കെ, അത് കമ്പനിയുടെ സൈസ് അനുസരിച്ച് ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്താം. ഗ്രാജുവൽ ഗ്രോത്ത് സെയിൽസിൽ വരുന്നുണ്ടെന്ന് നോക്കും. അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള ഗ്രോത്ത്, എബിറ്റ ഗ്രോത്ത് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ആനുപാതികമായിട്ട് ഗ്രോത്ത് വരുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ സെയിൽസ് കൂടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നുണ്ടെന്ന് നോക്കണം. അതുപോലെ തന്നെ OPM പെർസെൻറ്റേജ് മാർജിൻ, ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയും. ഓക്കെ, ആ ഓപ്പറേറ്റിംഗ് മാർജിൻ നോർമലി ഒന്നെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കും, അതല്ലെങ്കിൽ ഗ്രാജുവലി കൂടുകയാണെങ്കിൽ ആ കമ്പനിക്ക് പ്രൈസിങ് പവർ ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്പെൻസുകൾ കൂടുന്നുണ്ടെങ്കിലും സെയിൽ കൂടുന്നുണ്ട്, അതിനനുസരിച്ച് എക്സ്പെൻസുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഗ്രാജുവലി ഗ്രോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയാലും കുഴപ്പമില്ല. കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിട്ട് നമ്മൾ കണക്കാക്കില്ല. അതിനുശേഷമാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഫിഗേഴ്സിലേക്ക് പോവുക. പലരും എന്താ വെച്ചാൽ ആദ്യം നെറ്റ് പ്രോഫിറ്റ് കൂടുന്നുണ്ടെന്ന് മാത്രം നോക്കും. പക്ഷെ എന്ത് സംഭവിച്ചെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് പല കാര്യങ്ങളും ചെയ്യാം. കാരണം അതർ ഇൻകത്തിലൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കൂടും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അതർ ഇൻകം എല്ലാ വർഷവും വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് സെയിൽസ് കൂടുന്നുണ്ടെന്ന് നോക്കും. റിയൽ ഗ്രോത്ത് തന്നെയാണെന്നാണ് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സെയിൽസിന് ആനുപാതികമായിട്ട് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് മാർജിൻ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അത് ഫിൽട്ടർ ചെയ്യാം. അതിനുശേഷം നെറ്റ് പ്രോഫിറ്റ് കൂടുന്നുണ്ടെന്ന് നോക്കും. ഓക്കെ, അതിനുശേഷം EPS ഗ്രോത്ത് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇത്രയും
ഭാഗം ആയിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഭാഗം ക്ലിയർ ചെയ്യും. ഇത് അങ്ങനെ വാങ്ങാൻ പോകരുത്. ഈ പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് വരുന്നുണ്ടെന്ന് നോക്കണം. എന്താ വെച്ചാൽ പലരും വിട്ടുപോകുന്നൊരു സംഗതിയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ കമ്പനി കച്ചവടം നടത്തിയിട്ട് എത്ര രൂപ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ഇതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ്. റിയൽ ഓപ്പറേഷൻസിൽ നിന്നും എത്ര കമ്പനിക്ക് വരുമാനം വരുന്നുണ്ട് എന്നാണ് നോക്കുന്നത്. സെയിൽസിൽ കടത്തിന് വിറ്റാലും സെയിൽ കൂടും, പ്രോഫിറ്റും കൂടും, പക്ഷെ പൈസ വരില്ല. റിയൽ പൈസ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസിൽ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സാധാരണ ഇതിൽ പോസിറ്റീവ് ഫിഗർ വരണമെന്ന് മാത്രമല്ല, ഒരു 5 വർഷത്തെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതേപോലത്തെ 5 വർഷത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ആഡ് ചെയ്യുന്നു. അത് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ 50% എബോവ് അല്ലെങ്കിൽ 70% എബോവ് എല്ലാം നമുക്ക് ഈ 5 വർഷത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് വരുന്നുണ്ടെങ്കിൽ കമ്പനി സെയിൽ നടത്തുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്, ക്യാഷും വരുന്നുണ്ട്, റിസീവബിൾസ് ഒന്നും അധികം വരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിലേക്ക് പോകും. ഈ പറയുന്ന സാധാരണഗതിയിൽ നെറ്റ് പ്രോഫിറ്റ് വരുന്നു, അതിൽ നിന്നും ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ള ബാക്കിയുള്ള പൈസ റിസർവ്സിലേക്ക് ആഡ് ആവും. റിസർവ്സ് ഗ്രാജുവലി കൂടുന്നുണ്ടോ നോക്കാം, നല്ല ലക്ഷണമാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ എല്ലാം റേഷ്യോ അനാലിസിസിലേക്ക് നമുക്ക് കിടക്കുന്നു. സാധാരണഗതിയിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി, അതായത് സാധാരണഗതിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയിൽ എത്രയാണ്, അതായത് ഓണേഴ്സ് ക്യാപിറ്റലിൻ്റെ മുകളിൽ എത്ര രൂപയാണ്, എത്ര പെർസെൻറ്റേജാണ് നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്ന ഒരു കണക്കാണ്. അതൊരു 12% എബോവ് 15% എബോവ് ഉണ്ടോ നോക്കാം. അപ്പോൾ സാധാരണഗതിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി 15% എബോവ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു 15% എബോവ് ഇത് കമ്പനി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണയിലെത്താം. അതല്ലെങ്കിൽ ഈ ഓണർക്ക് അല്ലെങ്കിൽ പ്രൊമോട്ടർക്ക് ഈ കമ്പനി വിറ്റിട്ട് വേണമെങ്കിൽ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 7% 8% സുഖമായി കിട്ടും. ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇതിലേക്ക് വരണമെങ്കിൽ 15% കിട്ടണം. ഓക്കെ, അതേപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഇതേപോലെ തന്നെ ഒരു 15% എബോവ് ഉണ്ടെങ്കിൽ നല്ലതാണ്. സാധാരണഗതിയിൽ ഈ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ വന്നിട്ട് ഈ ഓണേഴ്സ് ക്യാപിറ്റൽ മാത്രമല്ല ലോങ് ടേം ഡെപ്റ്റും കൂടി ആഡ് ആയി വരും. അപ്പോൾ ഒരു 18% ഒക്കെ ഉണ്ടെങ്കിലാണ് ഇവർക്ക് ഒരു 12% ഒക്കെ ഇൻട്രസ്റ്റിൽ ലോൺ എടുത്താലും ഇത് പ്രശ്നമില്ലാന്ന് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതുണ്ടോ നോക്കാം. അപ്പോൾ റിട്ടേൺ വൈസ് ഈ കമ്പനി ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ നോക്കുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, കമ്പനിക്ക് എത്ര കടമുണ്ട്. ഓക്കെ, ഡെപ്റ്റ് ഇക്വിറ്റിനെ അപേക്ഷിച്ച് എത്ര കടമുണ്ട്. സാധാരണഗതിയിൽ 1 ബിലോ ആണ് പറയുമെങ്കിൽ ഒരു 0.5 താഴെയാണെങ്കിൽ നല്ലതാണ്. അതായത് 1 രൂപ നമ്മൾ കമ്പനിയുടെ ഓണേഴ്സ് ക്യാപിറ്റലിനെങ്കിൽ 50 പൈസയെ കടമുള്ളൂ. അത് സിമ്പിളായിട്ടുള്ള ഇത് കടം പകുതിയിൽ താഴെയാണ് ഉള്ളത്. വേണമെന്ന് വെച്ചെങ്കിൽ കൂടുതൽ കടം കമ്പനിക്ക് എടുക്കണമെങ്കിലും ബാങ്കുകൾ കൊടുക്കാൻ തയ്യാറാവും. പിന്നെ അപ്പോൾ അത് 1 കീഴെ അല്ലെങ്കിൽ 0.5 താഴെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ അടുത്തൊരു ഇതാണ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ട്. കറണ്ട് റേഷ്യോ സാധാരണ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് എൻ്റെ ഫോർമുല വരുന്നത്. അതായത് എത്ര ഇതിൻ്റെ ഈ പറയുന്ന ആസ്തി എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ട്, ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കാനുള്ളത് ആ ഒരു കണക്കാണ് വരുന്നത്. അത് സാധാരണയിൽ 2 എബോവ് നോക്കാറുണ്ട്. അതായത് 1 രൂപ കടമുണ്ടെങ്കിൽ 2 രൂപ ഇതുണ്ടാവണം, കറണ്ട് അസറ്റ്സ് ഉണ്ടാവണം. ആ ഒരു കണക്കിൽ നമ്മൾ 2 എബോവ് നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന കമ്പനി ആസ്തി ബെറ്ററാണ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് കുറച്ചും കൂടി ബെറ്റർ ആണെന്നുള്ള ധാരണയിൽ നമുക്കെത്താം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം വലിയ മെയിൽ തട്ടാതെ നല്ല കമ്പനിയെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇത്രയും കാര്യം നോക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, എല്ലാ സെക്ടറിലുള്ള കമ്പനികൾക്കും ഈ പറയുന്ന ഫിൽട്ടർ ആപ്ലിക്കബിൾ ആണോ? അതായത് ഇപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ബാങ്കുകളൊക്കെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിനാണ് ഇപ്പം ഈ പറഞ്ഞ ഫിൽറ്റേഴ്സ് കൂടുതൽ സ്യൂട്ട് ആവുകയെന്നാണ് തോന്നിയിട്ടുള്ളത്? സാധാരണഗതിയിൽ മാനുഫാക്ചറിങ് കമ്പനീസിന്, സർവീസ് കമ്പനീസിന് എല്ലാം ഇതെല്ലാം വേണം. ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് അവരുടെ ഡെപ്റ്റാണ് അവരുടെ ഇത്. അതായത് ഡെപ്റ്റ് എടുത്തിട്ടാണ് അവർ ലോൺ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ ഈ ഫിൽറ്റർ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ എടുക്കാൻ പാടില്ല. പിന്നെ ഇത് ചെയ്യേണ്ടത് ഇത് സെയിം ബിസിനസ്സിലുള്ള സെയിം ഇൻഡസ്ട്രിയിലുള്ള കമ്പനികൾ വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ നടത്താനായിട്ട്. ഒരു കാരണവശാലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഒരു IT കമ്പനിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പയർ ചെയ്യണം. അപ്പോൾ എന്നാലാണ് ഇതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ളൊരു കമ്പനി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സെയിം ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ് ഈ കമ്പാരിസൺ നടത്തുക ഒരു കാര്യം. അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത്,
ഇപ്പോൾ ഡെപ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഡെപ്റ്റിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ. അതായത് ചില കമ്പനികൾ ഡെപ്റ്റ് എടുക്കും, അത് അവരുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ എടുക്കുക. ആക്ച്വലി അത് ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഡെപ്റ്റ് എടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പം അങ്ങനെ ഇവർ എടുത്തിരിക്കുന്നത് നല്ല പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഡെപ്റ്റ് നമുക്ക് അപകടമല്ല എന്ന് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിന്റെ കമ്പനിക്ക് എത്ര ഇൻട്രസ്റ്റ് കോസ്റ്റ് വരുന്നുണ്ട് നോക്കാം. കുറച്ചുകൂടി ഡീറ്റെയിൽ പോകേണ്ടി വരും. ഇൻട്രസ്റ്റ് കോസ്റ്റ് എത്ര വരുന്നുണ്ട് നോക്കാം. ഇപ്പൊ കമ്പനി ഡെപ്റ്റ് എടുക്കുന്നു, കമ്പനിക്ക് ഒരു 8% അല്ലെങ്കിൽ 10% ഡെപ്റ്റ് ഇൻട്രസ്റ്റിൽ ഡെപ്റ്റ് കിട്ടുന്നു. അത് വെച്ചിട്ട് ഈ കമ്പനി നടത്തുന്ന ബിസിനസ്സിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 18% ഉണ്ട്. കുഴപ്പമില്ല, 20% ഡെപ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഡെപ്റ്റ് എടുത്തിട്ട് പുതിയൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് വെച്ചിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം, നല്ല കാര്യമാണ്. എന്നാൽ വേറൊരു സെനാരിയോയിൽ ഇത് ഡെപ്റ്റ് ഗുണമാണ് ദോഷമാണ്. ഇപ്പോൾ ഒരു കമ്പനി അതിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ വന്നിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒരു 60% ഉള്ളൂ, അല്ലെങ്കിൽ 50% താഴെയൊക്കെയാണ്. സ്വാഭാവികമായിട്ടും അവർ ഡെപ്റ്റ് എടുത്ത് പുതിയൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വെച്ചെങ്കിൽ ഓൾറെഡി അത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. അതിൻ്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. കൂടെ വീണ്ടും ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉണ്ടാക്കുന്നു, ഡെപ്റ്റ് കൂടുതൽ വരുന്നു, കൂടുതൽ ലോൺ വരുമ്പോൾ ഇൻട്രസ്റ്റും കൂടുതലായിട്ട് വരും. സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് അടുത്ത വരും വർഷങ്ങളിൽ ഇതിൻ്റെ പ്രോഫിറ്റ് കുറയും. അപ്പോൾ ഈ ഡെപ്റ്റ് എടുക്കുന്നത് നല്ലൊരു, അതായത് പ്രൊഡക്ഷൻ ഫെസിലിറ്റി ബെറ്റർ ആക്കണമെങ്കിൽ തന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മാക്സിമത്തിൽ നിൽക്കുന്ന സമയത്ത് ഡെപ്റ്റ് എടുത്തിട്ട് വീണ്ടും അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല. അതല്ലാത്ത അവസ്ഥയിൽ ദോഷമാണ്. അതേപോലെ തന്നെ എനിക്കൊരു സംശയമുള്ളത്, നമുക്ക് ഈ പറയുന്ന ഫിഗേഴ്സിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാമല്ലോ. അത് നമുക്ക് ഈ പറയുന്ന ഓഡിറ്റേഴ്സിനൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന റെഡ് ഫ്ലാഗ്സ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് അനാലിസിസ് നടത്തണം. പക്ഷെ എങ്കിലും ഈ പറയുന്ന സെയിൽസിലാണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും ഒക്കെ നമുക്ക് ഫേക്ക് ഫിഗേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സെയിൽസും പ്രോഫിറ്റും അല്ലാതെ വേറെ ഏതൊക്കെ ഫിഗേഴ്സിൽ നമുക്ക് ഇതുപോലത്തെ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഫിഗേഴ്സിൽ നമുക്ക് ഈ ഒരു കൃത്രിമത്വം കാണിക്കാൻ പറ്റും എന്നാണ് തോന്നിയിട്ടുള്ളത്? നമുക്ക് ഈ സെയിൽസിലും പ്രോഫിറ്റിലെല്ലാം എളുപ്പം കൃത്രിമത്വം കാണിക്കാം. പക്ഷേ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസിലും കൂടി വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കമ്പാരിസൺ നടത്തുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു കമ്പനി മറ്റേ സെയിൽസ് കൂട്ടി കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ സബ്സിഡറി കമ്പനീസിലേക്കായിട്ടോ അല്ലെങ്കിൽ വേറെ കമ്പനീസിലേക്കായിട്ട് സെയിൽ കാണിച്ച് പ്രോഫിറ്റ് എല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷെ റിയൽ ക്യാഷ് വന്നാൽ മാത്രമാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസിൽ ആ ഫിഗർ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം മറ്റേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷനായിട്ട് കമ്പാരിസൺ, ഒരു 5 വർഷത്തെ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്കറിയാം. സ്വാഭാവികമായിട്ട് റിസീവബിൾസ് കൂടി വരും അങ്ങനത്തെ ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് നോക്കി അറിയാം. മൂന്നാമത്തെ, നമ്മൾ ഒരേ ഇൻഡസ്ട്രിയിൽ 2 കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു വ്യത്യാസം കാണുകയാണെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാം എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള. നോർമൽ കണ്ടീഷനിൽ ഒരു പൈപ്പ് ഉണ്ടാക്കുന്ന ബിസിനസ് വേറൊരു പൈപ്പ് ഉണ്ടാക്കുന്ന കമ്പനി ആകുമ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് മേ ബി ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും, പക്ഷേ റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കമ്പാരിസൺ നടത്തുമ്പോൾ കണ്ടുപിടിക്കാം. 3, നമ്മളിതിന് സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനറാണ്. സ്ക്രീനർ.in സൈറ്റിലാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ ഇത്തരം ഫ്രോഡ് ഉള്ള കമ്പനികൾക്ക് ഇന്ന് പെട്ടെന്ന് ഇത് നടത്തില്ല. അപ്പോൾ ഇതിൻ്റെ കമ്പനി ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗങ്ങളിലായിട്ട് എന്തെല്ലാം അലിഗേഷൻസ് ഇവർ നടത്തിയിട്ടുണ്ട്, മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളായിട്ട് ഏറ്റവും താഴത്ത് റീഡ് മോറിൻ്റെ ഏറ്റവും താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 അലിഗേഷൻസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളതൊന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ മൂന്നാമത്തെ ഒരു ഇത്, പ്രൊമോട്ടർ അവരുടെ ഷെയർ ഹോൾഡിങ് എങ്ങനെയാണ്. പ്രൊമോട്ടർ ഷെയർ ഹോൾഡിങ് നമ്മൾ പറയാൻ വിട്ട ഒരു സാധനമാണ്. അത് മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു ഇതാണ്. സാധാരണഗതിയിൽ ഒരു 50% എബോ അല്ലെങ്കിൽ 40% എബോ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ് സാധാരണ എടുക്കുന്നത് നല്ലത്. ഓക്കെ, പിന്നെ ഈ പ്രൊമോട്ടറുടെ ഷെയർ അദ്ദേഹം വിറ്റിട്ടുണ്ടോ, പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി പ്രൊമോട്ടർ വെറുതെ ഷെയറുകൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കെയർ ചെയ്യണം. അതേപോലെ ഇൻസൈഡർ ട്രേഡിങ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അതിൽ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പ് എംപ്ലോയീസ് ഇവരൊക്കെ വരും. അപ്പോൾ ആ ഗ്രൂപ്പ് ഷെയറുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ആദ്യം ഇൻഫർമേഷൻ കിട്ടുക. കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കാണ് ആദ്യം ഇൻഫർമേഷൻ കിട്ടുക. അപ്പോൾ ആ ഒരു സംഗതി കൂടി ഉണ്ട്. ഇൻസൈഡർ ട്രേഡിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന്
കോഷ്യസ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഡ്രിൽ ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ചില കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതായത് ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുന്ന കമ്പനീസിനെ മാത്രം ചൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, ഹൈ ഡിവിഡൻഡ് പേ ഉള്ള കമ്പനീസ്. അപ്പോൾ അത്തരം കമ്പനീസിൽ പ്രൊമോട്ടർ ഹോൾഡിങ്സ് 50% എബവ് ആണ്. ഇപ്പോൾ 70%, 75% ആണെങ്കിൽ ഈ ഡിവിഡൻഡ് കൊടുക്കുന്നതിൻ്റെ 75% പ്രൊമോട്ടറുടെ കയ്യിൽ തന്നെയല്ലേ പോകുന്നത്. അതായത് മെജോറിറ്റിയും പ്രൊമോട്ടേഴ്സിന് തന്നെയാണ് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നത്, ലാഭമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ, അതായത് ഒരു ഹൈ ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് പ്രൊമോട്ടർ ഹോൾഡിങ് ഐഡിയൽ എത്രയെന്നാണ് തോന്നിയിട്ടുള്ളത്? ഇല്ല, അങ്ങനെ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഐഡിയൽ എന്ന് പറഞ്ഞിട്ട് ഇതായില്ല. സാധാരണഗതിയിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സുകളെല്ലാം തന്നെ ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്, ഹൈ ഡിവിഡൻഡ് കൊടുക്കും. പിന്നെ ഫ്യൂച്ചർ ഗ്രോത്തിലേക്ക് ഫണ്ട് ആവശ്യമില്ല എന്ന് തോന്നുമ്പോഴും ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. ഓക്കെ, അതൊരു സെനാരിയാണ്. എന്നാലും സാധാരണഗതി ഡിവിഡൻഡ് ഈൽഡ് ഉള്ള കമ്പനികൾ, ഇപ്പോൾ റിട്ടയർമെൻ്റ് ഒക്കെ ആയിരിക്കുന്ന ആളുകളാണ്, അവർക്ക് കുറച്ചും കൂടി കുറച്ച് പൈസ ഇടയ്ക്കിടയ്ക്ക് വരണം എന്നുള്ളൊരു കൺസെപ്റ്റിലുള്ള ആൾക്കാരാണ് ഡിവിഡൻഡ് ഈൽഡ് ഒരു 3% 4% ഉള്ള കമ്പനികളുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഷെയർ പ്രൈസിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല അതിൽ. കാരണം അതിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പൈസ വരുന്നു, കമ്പനിക്ക് പൈസ വരുന്നു, അത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. റീഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും ഷെയർ പ്രൈസിൽ വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല, പക്ഷേ ഡിവിഡൻഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനങ്ങനെ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് കൂടുതൽ വേണമെന്നുള്ള അതിൽ പറയാൻ പറ്റില്ല. അതായത് പ്രൊമോട്ടർ ഹോൾഡിങ്സ് കൂടി എന്നുള്ളത് കൊണ്ട് അതൊരു റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ അതൊരു ലിമിറ്റേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, കൂടിയെന്നുള്ളതുകൊണ്ട് ഞാനത് ഇൻറ്ററപ്റ്റ് ചെയ്യല്ല, ഞാനത് പറയാൻ കാരണം നമ്മൾ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഈ ഡിവിഡൻഡ് ഈൽഡ് കൂടുതലാണെന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നത് ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ്സ് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് ഡിവിഡൻഡ് കൊടുക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഷെയർ വാങ്ങിയിട്ട് നാളേക്ക് വിൽക്കാം, പക്ഷേ പ്രൊമോട്ടർ പാവത്തിന് വിൽക്കാൻ പറ്റില്ലല്ലോ. ആ കിട്ടാവുന്ന അത് എടുത്തിട്ട് പൊക്കോട്ടെ. അതേപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പൊതുവെ നമ്മൾ PE റേഷ്യോ വാല്യുവേഷൻ വൈസ് നോക്കുമ്പോൾ PE റേഷ്യോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് സാധാരണ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് PE റേഷ്യോ നോക്കണം, PE കൂടുതലാണെങ്കിൽ ഓവർ വാല്യൂഡ് ആണ്, കുറവാണെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണ്, അങ്ങനെ നോക്കാറുണ്ട്. പക്ഷേ നമ്മൾ EPSൻ്റെ കാര്യം അധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല. EPSന് എത്രത്തോളം നമ്മളൊരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ട്? ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, PE റേഷ്യോസത്തിൽ മസ്റ്റായിട്ട് നോക്കേണ്ടത്, തുടക്കകാലത്ത് നോക്കാൻ പറയേണ്ട സാധനമാണ്. അതായത് പ്രൈസ് ടു ഏണിങ്സ് മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു സംഗതിയാണ്. സാധാരണഗതിയിൽ നമ്മൾ PE റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രൈസ് ഏണിങ്സുമായിട്ട് എത്രത്തോളം മാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയാം. ഞാനെല്ലാം നോക്കുന്ന ഒരു 30 അല്ലെങ്കിൽ 40 ബിലോ PE ഉള്ള കമ്പനീസ് ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ. അതിനേക്കാൾ മേലെ പോകുമ്പോൾ കുറച്ചും കൂടി ഓവർ വാല്യൂഡ് ആണ് എന്ന് നമ്മൾ വിചാരിക്കും. അതും അങ്ങനെ വെറുതെ ഒരു ഫിഗറായിട്ട് പറയാൻ പറ്റില്ല. ഇൻഡസ്ട്രി PE എത്രയാണോ അതിനായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ PE നോക്കാൻ. നല്ല ഏർണിങ്സ് ഗ്രോത്ത് ഉള്ള കമ്പനിക്ക് സാധാരണഗതിയിൽ PE കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് പ്രൈസ് ടു ഏർണിങ്സ് ഗ്രോത്ത് റേഷ്യോ, PEG റേഷ്യോ ആണ് അതിനു വേണ്ടി നോക്കാറുള്ളത്. അപ്പോൾ അതെല്ലാം ഈ കമ്പനിക്ക് എത്രത്തോളം റിട്ടേൺസ് ഉണ്ട്, റിട്ടേൺസ് മീൻസ് ഒരു റിട്ടേൺ ഓൺ ഇക്വിറ്റി എല്ലാം, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും എല്ലാം എത്രത്തോളം ഉണ്ട്, അതിന് ആനുപാതികമായിട്ട് ഇതിൻ്റെ വില കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ ഇൻഡസ്ട്രി വൈസ് കമ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പ്രൈസ് ടു ബുക്കും ഞാൻ നന്നായി നോക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ ആനുപാതികമായിട്ട് തന്നെയാണ് അതും വരിക. ഒരു 2 എബവ് ഒന്നും പ്രൈസ് ടു ബുക്ക് എടുക്കാറില്ല, പക്ഷെ നല്ല ഗ്രോത്തുള്ള കമ്പനിയൊക്കെ 3, 4, 5 ഒക്കെ ഉണ്ടാവാറുണ്ട്. അതല്ല, ഈ കമ്പനിയുടെ എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് അതിനായിട്ടുള്ള റിലേറ്റീവ് വാല്യുവേഷൻ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടൊരു ഫിഗർ പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ EPSൻ്റെ കാര്യം ചോദിച്ചു വന്നത്. EPS നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? EPS പൊതുവെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടാറുണ്ട്, പക്ഷേ എങ്കിലും EPSൻ്റെ ഗ്രോത്ത് എത്രത്തോളം കമ്പനിക്ക് ബെനിഫിറ്റ് ആണ്? EPSൻ്റെ ഗ്രോത്ത് സാധാരണ ഗ്രോത്ത് പറയുന്ന സമയത്ത് അത്ര, അതായത് മോശമാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ ഓൾറെഡി റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുന്ന സമയത്ത് ഇതിനെ പരിഗണിക്കുന്നുണ്ട് ശരിക്കും. അതേപോലെ PE നോക്കുമ്പോൾ ഈ പറയുന്ന റിട്ടേൺ EPSൻ്റെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. EPS ഗ്രോ ചെയ്യണം, മസ്റ്റ് തന്നെയാണ്. ഈ EPSൻ്റെ എമൗണ്ട് എത്രയാണോ അത്
എങ്ങനെയാ പറയുക EPS ഗ്രോത്ത് മാത്രം നോക്കിയുണ്ടാവില്ല. അത് നല്ലൊരു സാധനം തന്നെയാണ്, EPS ഗ്രോത്ത് വേണം. പക്ഷെ അത് എത്രത്തോളം ഇപ്പോഴത്തെ പ്രൈസുമായിട്ട് മാച്ച് ചെയ്യേണ്ടതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വില എത്രയുണ്ട്, കമ്പനിയുടെ സൈസ് എത്രയുണ്ട്, ആ സൈസിന്റെ ആനുപാതികമായിട്ട് EPS ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പ്രോഫിറ്റ് ഉണ്ടോ, അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ സ്ക്രീനറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്ക്രീനറിൽ നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ക്വറി കൊടുക്കുന്നത്? പല പ്രേക്ഷകർക്കും അറിയാത്ത കാര്യം, അതായത് എങ്ങനെ നമ്മൾ ക്വറി കൊടുക്കും, എങ്ങനെയാണ് നമ്മൾ ഇത് വെച്ച് ഫിൽട്ടർ ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് പ്രേക്ഷകരിൽ പല ആളുകൾക്കും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ക്വറി നമ്മൾ സ്ക്രീൻ ടൂളിൽ ഇടാറ്? സാധാരണഗതിയിൽ അത് നമ്മൾ ചെയ്ത് പഠിക്കേണ്ട ഒരു സാധനമാണ്. ക്രിയേറ്റ് സ്ക്രീനർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും. അത് ചെയ്ത് കാണിക്കേണ്ട ഒരു സംഗതിയാണ്. എന്നാലും അതിൽ ജസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി > 15 ആൻഡ് അടുത്ത കോഡ് കൊടുക്കുക. സെയിൽസ് ഗ്രോത്ത് ആണ് സെയിൽസ് ഗ്രോത്ത്, 5 ഇയർ ആണെങ്കിൽ 5 ഇയർ സെയിൽസ് ഗ്രോത്ത് > ഇത്ര, അങ്ങനെ ആൻഡ് വെച്ചിട്ട് കൊടുത്തു വരുന്നു. പിന്നെ ചില ഘട്ടത്തിൽ അത് നമുക്ക് ഇത് അല്ലെങ്കിൽ ഇത്, അപ്പോൾ ഓർ വെച്ചിട്ടൊരു ഇത് എഴുതേണ്ടി വരും. അപ്പോൾ അതെല്ലാം സ്ക്രീനറിൽ ക്രിയേറ്റ് സ്ക്രീനർ കൊടുത്തിട്ട് ഒന്ന് എഴുതി ആദ്യത്തെ ഒരു ക്വറി എഴുതുക, എന്നിട്ട് റൺ സ്ക്രീനർ കൊടുക്കുക. അങ്ങനെ ചെയ്ത് പഠിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു സ്റ്റോക്കിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണെങ്കിലും അതല്ലാതെ ഇന്റർമീഡിയറ്റ് ലെവലിൽ ഉള്ള ആളാണെങ്കിലും അഡ്വാൻസ് ലെവലിലുള്ള ആളാണെങ്കിലും ഒരു നല്ല സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ പറഞ്ഞ പോലെ ബിസിനസ് മോഡൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഓക്കെ, അതല്ലാണ്ട് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് സനലിന് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? ഇല്ല, ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി നല്ലൊരു സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടും നോക്കേണ്ട സാധനം ഇത് ഫണ്ടമെന്റൽസ് ആണ്. നമ്മൾ ടെക്നിക്കൽസിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെറ്റ് ഓഫ് ഇത് കിട്ടും. ഇത് മാത്രമല്ല നോക്കാറുള്ളത്, അല്ലെങ്കിൽ നോക്കേണ്ടത്. ഇത് ഒരു ബേസിക് സാധനമാണ്. അതിനുശേഷം ഈ കമ്പനി ഇപ്പം ഇതിൻ്റെ ചാർട്ടിലേക്ക് വരും, ടെക്നിക്കൽ അനാലിസിലേക്ക് വരുമ്പോൾ ഏത് ലെവലിൽ ഇതിൻ്റെ സപ്പോർട്ട് ഉണ്ട്, ഇപ്പോഴത്തെ പ്രൈസ് ഏത് ലെവലിൽ നിൽക്കുന്നു, അതിൻ്റെ മറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, മൂവിങ് ആവറേജ് എത്രയിലാണ്, ഇൻഡിക്കേറ്റേഴ്സ് എത്രയിലാണ്, പിന്നെ മറ്റേ ഈ സ്മാർട്ട് മണി കൺസെപ്റ്റ് നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ളതുണ്ട്, വോളിയം സ്പ്രെഡ് നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇത് നല്ല കമ്പനി ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാനായിട്ട് ഇത്തരത്തിൽ ടെക്നിക്കൽ അനാലിസിസ് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഏത് ലെവലിലുള്ള ഇൻവെസ്റ്ററാണ്, ലോങ് ടൈം ഇൻവെസ്റ്ററാണോ? ലോങ് ടൈം ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഇതെല്ലാം നോക്കിയിട്ട് ചെയ്യുന്നു. അതെല്ലാം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ മാസവും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റിസ്ക് ഉള്ള സംഗതികളിലേക്ക് മാറ്റാം. സ്റ്റോപ്പ് ലോസ് അധികം വെക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അടുത്ത മാസം സാലറി ഇത് ഇൻകം വരുന്ന സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോവാം. എന്നാൽ ഇതൊരു സ്വിംഗ് ട്രേഡറുടെ കാര്യമാണ്. സാധാരണഗതിയിൽ ഏത് ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ട്രേഡറോ ആയിക്കോട്ടെ ഒരു സിസ്റ്റം വേണം. അപ്പോൾ ഈ സിസ്റ്റമാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ അവർക്കൊരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടാവും. ഇങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്തു, ടെക്നിക്കലി വെച്ചിട്ടെല്ലാം നമ്മൾ ഏത് ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അതിന് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് സ്റ്റോക്സിൽ ലോക്കായി പോകും, ഫണ്ട് റിലീസ് ചെയ്ത് പുറത്ത് പോരാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ട്രേഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. ആ സിസ്റ്റം നമ്മൾ കൃത്യമായിട്ട് റൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റബിൾ ആകും. ഇതാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. അപ്പോൾ നമ്മൾ വളരെ ബേസിക്സ് ആയിട്ട് എങ്ങനെയാണ് നല്ലൊരു സ്റ്റോക്കിനെ ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതിന് വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതല്ല മെൻഷൻ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പല ഫാക്ടേഴ്സും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ല ഓഹരികളെ കണ്ടെത്തേണ്ടത്. ഏതായാലും ET ടോക്സിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.